ഒരു നയം തന്നെയാണ് ഒരു നെല്ലും ഒരു മീനും. അത് കർശനമായിട്ട് നടക്കിയാൽ നമ്മുടെ പ്രകൃതിക്കും നല്ലതാണ്, ജനങ്ങൾക്കും നല്ലതാണ്. ആൾക്കാരെല്ലാം തന്നെ അതിപ്പോൾ ഇടതുപക്ഷമായാലും UDF ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആരാണെങ്കിലും അവരെ സംബന്ധിച്ച് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് നേതാക്കന്മാർ അവർക്ക് ചില്ലറ ചെമ്മീൻ വളർത്തുകാർ മീൻ വളർത്തുകാർക്ക് നല്ല കാശ് കിട്ടും. അത് അവരുടെ പോക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ലാഭം കിട്ടാൻ വേണ്ടി അയാളുടെ സിബ്ബന്ധികളായിട്ടുള്ള കുറച്ച് ആളുകളെയും കൂടി പോറ്റി വളർത്തുന്ന ഒരു പ്രസ്ഥാനം മാറി അത് ഈ സർക്കാരിൻ്റെ ഒരു നെല്ലും മീനും. ഇതിൽ ഇവർ 2 സബ്സിഡി മേടിക്കുന്നുണ്ട്. ഒന്ന് നെൽകൃഷി ആ സമയത്ത് എന്തെങ്കിലും വരച്ച് അതിനു വേണ്ടിയായിരിക്കും ചെയ്തേക്കണത്, അതിൻ്റെ സബ്സിഡി മേടിക്കും. അതുകൂടാണ്ട് മത്സ്യകൃഷി നടത്തുന്നതിന് സബ്സിഡി കിട്ടും. ഈ 2 സബ്സിഡിയും ഒരു വ്യക്തിയുടെ പോക്കറ്റിലാക്കി അതിൻ്റെ പാടശേഖര കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. ഈ പാടശേഖര കമ്മിറ്റി എന്തിനുള്ളതാണ്? ഈ പാടശേഖരം എന്ന് പറഞ്ഞാൽ പാടം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ മനസ്സിലായി? നെൽകൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് പാടം. ആ പാടശേഖരത്തിൽ നമ്മുടെ ഇവിടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് 6 മാസത്തേക്ക് മീൻ കടത്തി ഇവിടുത്തെ ആളുകൾക്ക് ജീവിക്കാനായിട്ട് പ്രകൃതിയിൽ എന്ത് ചെയ്യും, നല്ല ശുദ്ധമായ ജലമാണ്. ആ സമയത്ത് ആ ശുദ്ധജലവും ഉപ്പുവെള്ളം കൂടി യോജിച്ചാൽ ഇതിൽ നല്ല മീൻ കൃഷി നടക്കുന്ന കാര്യമാണ്. പക്ഷേ അത് ആളുകളുടെ ഉപജീവനം നശിപ്പിച്ചുകൊണ്ട് ഇപ്പൊ കൃഷിയുടെ കാര്യം പറഞ്ഞു, അവിടെ പച്ചക്കറി കൃഷിയുടെ കാര്യം പറഞ്ഞു, പിന്നെ ഇവിടെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ വീട്ടിലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാള് എഴുതിയേക്കണാണ്, ആരാണെന്നറിയില്ല, അയാൾ ഇവിടുത്തെ ആളാണെന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടത് ഇവിടെ വീടുകളെല്ലാം മറ്റേ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാണ്. അത് നമ്മുടെ എന്തെന്ന് പറയും, വരമ്പുകൾ. ഈ വരമ്പുകള് ഇതിനേക്കാൾ വെള്ളത്തെക്കാളും താഴെയാണ് ഈ വീട് വെച്ചേക്കണത്. അതുകൊണ്ടാണ് ഇത് എള്ളിപ്പോണത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇവിടുന്ന് പോകാനാ പറഞ്ഞ പുള്ളി. എനിക്ക് മനസ്സിലാകാതെ അങ്ങനെയാണ്. കാരണം ഇവിടെ ഉള്ളവർക്ക് ഇവിടെ വീട് വെച്ച് താമസിക്കണ്ടേ? അല്ലാണ്ട് അതിന് പകരം ഇതിന് താഴെയാണെങ്കിൽ അതിന് പരിഹാരം സർക്കാർ ചെയ്ത് കൊടുക്കട്ടെ, ഉയർത്തി തറ വെച്ചുകൊണ്ട് വീട് വെച്ച് കൊടുക്കട്ടെ. അല്ലാണ്ട് ഈ സാധാരണക്കാരന് ഇവിടെ നിന്നാണ് 3, 4, 5 ലക്ഷം സർക്കാർ കൊടുക്കുന്നതിന് 4 ലക്ഷം രൂപയും. പിന്നെ അത് വെച്ച് ഉള്ള സ്ഥലത്തല്ലേ വീട് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മുട്ടാന്യായങ്ങൾ പറഞ്ഞ് ഈ പ്രകൃതിയെയും ജനങ്ങളെയും നശിപ്പിക്കണേ. അപ്പൊ ഇവനൊക്കെ ചോദ്യം ചെയ്യേണ്ട ബാധ്യതയുണ്ട്. നിങ്ങൾ ശക്തമായിട്ട് നിൽക്കണം. ഇവിടെ രാഷ്ട്രീയ വേർതിരിവ് പാടില്ല. രാഷ്ട്രീയക്കാരുണ്ടാകും, അതിപ്പോ പലർക്കും പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ രാഷ്ട്രീയതര മതേതര കാഴ്ചപ്പാടാണ് ഇതിൽ പുലർത്തേണ്ടത്. എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. പ്രതികരിക്കണം. നിങ്ങൾ ഓരോരുത്തരും കിട്ടണ പാർട്ടി വെച്ച് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പ്രതികരിക്കണം. അല്ലാണ്ട് ഇപ്പൊ അനിലിന്റെയും അല്ലെങ്കിൽ പറഞ്ഞ കുറച്ച് ആളുകളുടെ ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ബാധകമല്ലേ ഇത്? പിന്നെ അവന്റെ ഒരു ചായ അല്ലെങ്കിൽ അവന്റെ ഇത്തിരി മദ്യമായി കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ കൂടെ നിൽക്കുന്ന അത് അടിച്ചോടിക്കണം. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഈ എപ്പോഴും ഇപ്പൊ ഈ പച്ചക്കറിയും ഇല്ല നെല്ലും ഇല്ലെങ്കിൽ ഈ ചെമ്മീനും മാത്രം കഴിച്ച് എത്ര നാൾ ജീവിക്കാൻ പറ്റുമോ? അതെല്ലാം വേണം, ഇതെല്ലാം വേണ്ടെന്നല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ ശരിയായ രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കണം.